ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ഡ്രാമ ബോക്സ്. എപ്പിസോഡിൻ്റെ തുടക്കത്തിലെ സോന റൈമയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. റൈമയെ കണ്ട് സോന, ഈ കുട്ടിയെ ഞാൻ മുൻപൊന്നും കണ്ടിട്ടില്ല, പിന്നെ എന്തുകൊണ്ടാണ് എന്നെ കണ്ടിട്ട് ഈ കുട്ടി റിയാക്ട് ചെയ്തതെന്ന് എനിക്കറിയില്ല എന്ന് അവളുടെ അമ്മയോട് അവൾ പറയുന്നുണ്ട്. അപ്പോൾ സോനയോട് റൈമ സംസാരിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്, പക്ഷേ അവൾക്കൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. അപ്പോൾ റൈമയുടെ അമ്മയും ഡോക്ടറും കൂടിയിട്ട് ഒരു പേപ്പേഴ്സിൽ സൈൻ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. ആ സമയം ഒരു നഴ്സ് വന്ന് സോനയോട്, മാഡം നിങ്ങളെ കാണാൻ രോഹിത് ഡോക്ടർ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ടെന്ന് പറയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് റൈമ ഞെട്ടുന്നുണ്ട്. അപ്പോൾ സോന നഴ്സിനോട് അവളെ നോക്കാൻ വേണ്ടി പറഞ്ഞ് രോഹിത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അവനോട്, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത് എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ റൈമയുടെ ആ റൂമിലേക്ക് തന്നെ അവളെ കയറ്റുന്നുണ്ട്. അപ്പോൾ റൈമ അവനെ കാണാണ്. സംസാരിക്കാൻ വേണ്ടി അവൾ നോക്കുന്നുണ്ടെങ്കിലും അവളെ കൊണ്ട് അത് പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ കർട്ടൻ ഇട്ടതുകൊണ്ട് തന്നെ രോഹിത് അങ്ങോട്ട് ശ്രദ്ധിക്കുന്നുമില്ല. അപ്പോൾ അങ്ങനെ അവൻ സോനയോട്, എനിക്കറിയാം നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന്, എനിക്കും നിന്നെ നല്ല ഇഷ്ടമാണ്, എനിക്ക് നിന്നോട് പ്രണയമാണ്, നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നതെല്ലാം എന്നൊക്കെ അവൻ ചോദിക്കുകയാണ്. അപ്പോൾ അവളാണെങ്കിൽ കേട്ടതൊന്നും വിശ്വസിക്കാൻ പറ്റാതെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ രോഹിത് അവളോട്, എൻ്റെ കഴിഞ്ഞ കാലം ഓർത്തിട്ട് നിനക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ലല്ലേ? റൈമ എൻ്റെ പാസ്റ്റാണ്, നീയാണ് എൻ്റെ പ്രസൻറ്റ്. ഐ നീഡ് യു സോന, 100% ഷുവറാണ്, ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്, നീ എന്നെ വിശ്വസിക്കുക, ഐ ലവ് യു സോന എന്ന് അവൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയം റൈമയ്ക്ക് അവർ പറയുന്നത് കേൾക്കാനില്ലെങ്കിലും അവരെ അവൾ കാണുന്നുണ്ടാവും. അപ്പോൾ അവൾ നന്നായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. പേപ്പറിൽ എന്തൊക്കെയോ എഴുതാൻ അവൾ നോക്കുന്നുണ്ട്. അപ്പോൾ രോഹിത്താണെങ്കിൽ പിന്നെയും ഐ ലവ് യു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോന സന്തോഷത്തിൽ കരയുന്നുണ്ട്. എന്നിട്ട് അവനോട് പുറത്തേക്ക് പോ, ഞാൻ വരാമെന്ന് പറയുമ്പോൾ അവൻ, ഞാൻ നിന്നെ വിട്ടിട്ട് എങ്ങോട്ടും പോകില്ല എന്ന് പറയാണ്. അങ്ങനെ അവൾ അവനെ ഉന്തി തള്ളിയിട്ട് പുറത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം രോഹിത്തിൻ്റെ അടുത്തേക്ക് സോന പോകുന്നുണ്ട്. രോഹിത് അവളോട്, നീ ഇപ്പോൾ എൻ്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറയുമ്പോൾ സോന, ഞാൻ ഇതുവരെ അതിന് യെസ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ നിന്നോട് മുന്നേ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ കണ്ണിൽ നോക്കിയാൽ എനിക്കെല്ലാം മനസ്സിലാവുമെന്ന് എന്നവൻ പറയാണ്. അപ്പോൾ സോന അവനോട്, ഞാനിത് ഒരുപാട് നാളായി കേൾക്കാൻ വേണ്ടി ആഗ്രഹിച്ചതാണെന്നും അമ്മയോട് ഇതെല്ലാം ഇനി പറഞ്ഞ് മനസ്സിലാക്കണമെന്നും അവൾ പറയാണ്. അപ്പോൾ രോഹിത്, നിൻ്റെ അമ്മയ്ക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, ആൾ സമ്മതിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സോന, എൻ്റെ അമ്മ അത്രയ്ക്ക് ക്രൂവലൊന്നുമല്ല എന്നൊക്കെ അവനോട് പറഞ്ഞിട്ട് അവർ കുറച്ച് നേരം നിന്ന് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അവർ രണ്ടുപേരും രണ്ട് വഴിക്ക് പോകുന്നുണ്ട്. അതിനുശേഷം റൈമയുടെ അമ്മ സോനയ്ക്ക് കോൾ ചെയ്ത് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ സോന റൈമയെ ആ ഹോസ്പിറ്റലിൽ നിന്ന് സിപ്പി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനും അവിടെ അവളുടെ ഫ്രണ്ട് രോഹിത് സിപ്പി വർക്ക് ചെയ്യുന്നുണ്ടെന്നും പറയാണ്. ഇത് കേട്ട് റൈമയുടെ അമ്മ അത് വേണ്ട എന്ന് പറഞ്ഞ് പെട്ടെന്ന് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ റൈമയുടെ അമ്മയ്ക്ക് രോഹിത്തിനോടുള്ള ദേഷ്യമൊന്നും സോനയ്ക്ക് അറിയില്ല. അപ്പോൾ അത് ശരിക്കും റൈമയാണ്, അത് രോഹിത്തിൻ്റെ പഴയ കാമുകിയാണെന്ന് പോലും സോനയ്ക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അവളാകെ ഒന്നും മനസ്സിലാകാതെ ഇരിക്കുന്നുണ്ട്. റൈമയുടെ അമ്മയ്ക്ക് ഞാൻ പറഞ്ഞതൊന്നും ഇഷ്ടമായില്ല, അതുകൊണ്ടാകോ വേഗം ഫോൺ കട്ടാക്കിയതെന്ന് അവൾ പറയുന്നുണ്ട്. പിന്നെ സെപ്റ്റംബർ 26 വീണയുടെ ബർത്ത്ഡേ ആണെന്നും 4 വർഷമായി അത് ആഘോഷിച്ചിട്ടില്ല, പക്ഷേ ഇപ്രാവശ്യം ഒരു ഗ്രാൻഡ് സെലിബ്രേഷൻ തന്നെ നടത്തണമെന്ന് രോഹിത് എല്ലാവരോടും പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് വീണ, അതൊന്നും വേണ്ട, ഏതായാലും ഇതൊക്കെ സോനാക്ഷി കാരണമാണ് നടന്നത്, അതുകൊണ്ട് തന്നെ സോനാക്ഷിയുടെ വീട്ടുകാരും നമ്മുടെ വീട്ടുകാരും കൂടിയിട്ട് ഒരു ചെറിയൊരു ഫംഗ്ഷൻ നടത്തിയാൽ മതിയെന്ന് രോഹിത്തിനോട് പറയുന്നുണ്ട്. പിന്നെ രോഹിത് സോനയുടെ ഷൂട്ടിംഗ് സെറ്റിലേക്ക് അവളെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അവർ രണ്ടുപേരും കൂടെ ഒരു പാർക്കിലേക്ക് പോയിട്ട് അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ രോഹിത് അവൻ്റെ പാസ്റ്റിനെ കുറിച്ച് അവളോട് പറയുകയാണ്. 4 വർഷങ്ങൾക്ക് മുന്നേ സെപ്റ്റംബർ 26 രാത്രി വീട്ടിൽ അമ്മയുടെ ബർത്ത്ഡേ പാർട്ടി വച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ റൈമയെക്കുറിച്ച് എല്ലാവരോടും പറയാമെന്നും അവളെ കാണിച്ചിട്ട് എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കാമെന്നുമാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ അവൾ ലേറ്റ് ആയപ്പോൾ ഞാൻ അവളെ ഫോൺ വിളിച്ചിട്ട് ഒരുപാട് വഴക്ക് പറഞ്ഞു. അവൾ അപ്പോൾ വരാമെന്നും പറഞ്ഞു, പക്ഷേ അന്ന് അവൾ വന്നില്ല. ഒരു ആക്സിഡൻറ്റ് ഉണ്ടായെന്ന് ഞാൻ അറിഞ്ഞു. ഒരുപാട് രക്തം പോയതുകൊണ്ട് തന്നെ വളരെ ക്രിട്ടിക്കലായിരുന്നു അവളുടെ കണ്ടീഷൻ. എന്നിട്ട് ഞാൻ എൻ്റെ സ്വന്തം റിസ്കിൽ ആ സർജറി ചെയ്തു, ഹാർട്ടിലെ ബ്ലീഡിങ് നിൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ബ്ലഡ് ക്ലോട്ടായി ബ്രെയിനിലേക്ക് പോയി, ബ്രെയിൻ ഡെത്തായി, അവൾ കോമയിലുമായി എന്നെല്ലാം അവൻ അവളോട് തുറന്ന് പറയുന്നുണ്ട്. അപ്പോൾ സോന, എനിക്കും അന്ന് രാത്രി ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെന്ന് അവനോട് പറയുമ്പോൾ രോഹിത് അവളെ അത് പറയാൻ വേണ്ടി അനുവദിക്കുന്നില്ല.
ഈ പാസ്റ്റ് പറഞ്ഞ് എനിക്ക് മടുത്തു, ഇനി പാസ്റ്റ് ഒന്നും പറയണ്ട, നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ പറയാമെന്ന് അവൻ പറയാണ്. അപ്പോൾ സോന അവനോട് അമ്മയുടെ ബർത്ത്ഡേക്ക് ഇപ്രാവശ്യം എന്താ സ്പെഷ്യലായിട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ നിന്നോടും നിൻ്റെ വീട്ടുകാരോടും എല്ലാം അമ്മ വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ്. അപ്പോൾ സോന അമ്മയെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറയുന്നുണ്ട്. ആ സീൻ കട്ടായിട്ട് പിന്നെ സോന വീട്ടിൽ പോയിട്ട് അമ്മയോട് രോഹിത്തിനെ കുറിച്ച് സംസാരിക്കാൻ നോക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ സുമൻ അവൾ പ്രതീക്ഷിക്കാതെ രോഹിത് നല്ല പയ്യനാണ്, കാണാനും കൊള്ളാം, ഡോക്ടറാണ്, വെൽ സെറ്റിൽഡ് ആണ്, പക്ഷേ കല്യാണത്തിന് ശേഷം നീ അവനോട് നിൻ്റെ ജോലി ചെയ്യും, അല്ലാതെ വീട്ടിലിരിക്കാനൊന്നും പറ്റില്ല എന്ന് പറയണം എന്ന് പറയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് സോന സന്തോഷത്തോടെ അമ്മയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ രോഹിത്തിന് അവൾക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം സുമന് മുന്നേ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. എന്നിട്ട് സുമൻ രോഹിത്തിനോട് എന്നെ ഒന്ന് വന്ന് കാണാൻ പറയണമെന്ന് സോനയോട് പറയുന്നുണ്ട്. ഇത് കേട്ട് സോന ഓടിപ്പോയിട്ട് രോഹിത്തിനെ വിളിക്കുകയാണ്. എന്നിട്ട് അവനോട് അമ്മ നല്ല ദേഷ്യത്തിലാണ്, നിങ്ങളെ രാവിലെ തന്നെ കാണണമെന്ന് പറഞ്ഞു എന്നൊക്കെ നോണ പറയുന്നുണ്ട്. അപ്പോൾ അവൻ ഞാൻ നിൻ്റെ അമ്മയെ നന്നായി ഇംപ്രസ് ചെയ്യുമെന്ന് പറയാണ്. ഇത് കേട്ടിട്ട് സോന ഓവർ കോൺഫിഡൻസ് ആണോ, അപ്പം ഞാൻ എന്തായാലും ശരിയാക്കി തരാമെന്ന് മനസ്സിൽ പറഞ്ഞിട്ട് അമ്മയെ ഇംപ്രസ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് അവനോട് പറയുകയാണ്. എന്നിട്ട് അവൾ ഓരോന്നോരോന്നായി പറഞ്ഞു കൊടുക്കുകയാണ്. ആദ്യം അമ്മയെ കണ്ടാൽ അമ്മയുടെ കാലിൽ വീഴണം, അമ്മ ഇരിക്കാതെ നിങ്ങൾ ഇരിക്കാൻ പാടില്ല, അമ്മ എണീക്കുമ്പോൾ നിങ്ങൾ എണീക്കണം, പിന്നെ അമ്മ നല്ല ദൈവവിശ്വാസിയാണ്, അതുകൊണ്ട് തന്നെ ഓരോ 5 സെക്കൻഡിലും ജയ് മാതാറാണി എന്ന് നിങ്ങൾ പറയണം, അമ്മ എന്തെങ്കിലും ഉണ്ടാക്കാൻ അടുക്കളയിൽ പോയാൽ അതിന് അനുവദിക്കരുത്, പിന്നെ അമ്മ ചോദിച്ച ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കഥയങ്ങ് പറഞ്ഞു കൊടുക്കണം, എൻ്റെ അമ്മയ്ക്ക് കഥ കേൾക്കാനൊക്കെ നല്ല ഇഷ്ടമാണ്, പിന്നെ നിങ്ങൾ ഇടാറുള്ള പോലത്തെ ഡ്രസ്സൊന്നും ഇടാൻ വേണ്ടി പാടില്ല, വെറൈറ്റി ആവണമെന്നൊക്കെ അവനോട് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് അവൾ പറയുന്നുണ്ട്. അപ്പോൾ അവൻ ശരി, ഞാനെന്നാൽ രാവിലെ 8 മണിക്ക് വരാം നിൻ്റെ അമ്മയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സോന ഇയാൾ ശരിക്കും പൊട്ടനാണോ, നാളെ എന്തായാലും അടിപൊളിയാകുമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. പിന്നെ റൈമ എണീറ്റ് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. സാധാരണ ജീവിതത്തിലേക്ക് അവൾ തിരിച്ചു വരുന്നുണ്ട്. ഇത് കണ്ട് അവളുടെ അമ്മ സന്തോഷത്തോടു കൂടെ അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഈ സീൻ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ ഇനി കാണാമറയത്തിൻ്റെ എപ്പിസോഡ്സൊക്കെ വളരെ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകും, വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കില്ല. അപ്പോൾ എല്ലാവർക്കും അത് ഓക്കെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഇനിയിപ്പോൾ താല്പര്യം ഇല്ലെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. അപ്പോൾ എല്ലാവരും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, തുടർന്നുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.